എവിടെ പോയാലും ഞാൻ വീട്ടിൽ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് 3 ദിവസത്തെ ട്രിവാൻഡ്രം ട്രിപ്പ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗാണ്. കാരണം അന്വേഷിച്ചപ്പോൾ പറയണം, ഒന്നാമത് എനിക്ക് വണ്ടി നിർത്താൻ എവിടെയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വിശപ്പുണ്ടായിരുന്നില്ല, വിശക്കുന്ന സമയത്ത് ഞാൻ ആ കൂടെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ദോശയും സാമ്പാറും ഉണ്ടാക്കി കൊടുത്തു. ഏട്ടൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ പൊന്നുക്കുട്ടീനെ റെഡിയാക്കി. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി. കാരണം ഈ ഇടയായിട്ട് റോഡിൽ കൂടെ നടക്കാൻ ചെറിയൊരു പേടി ഉണ്ടായതുകൊണ്ട് ഏട്ടൻ തന്നെ കൊണ്ടാക്കാൻ നീ ഇരുന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനൊരു ബായൊക്കെ പറഞ്ഞ് പറഞ്ഞയച്ച് വിട്ടതിന് ശേഷമാണ് അയില വൃത്തിയാക്കുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് വാങ്ങിച്ച അയിലയുടെ നേരമാണല്ലോ എൻ്റെ സമയമാണോ എന്നറിയില്ല, ആകെ ഒക്കെ ചീത്തയായ പോലെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കളയേണ്ടി വന്നു. കുറച്ചൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നല്ലത് മാത്രം വറുക്കാനായിട്ട് അരപ്പ് തേച്ച് വെച്ചിട്ട് വാഴയില മുറിക്കാനായിട്ട് വാഴയിൽ തൂങ്ങിക്കിടക്കണം. എന്തായാലും വാഴയില വീണിട്ട് ആരും ചാവില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിന് പുറത്ത് ഒരു വാഴയില മുറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നത് തന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ അയില വറുത്ത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും തന്നെ പുരട്ടിയിട്ട് വറുക്കാനായിട്ട് വെച്ചു. പിന്നെ കുഞ്ചുമൻ പോണത് കൊണ്ട് നേരത്തെ തന്നെ ചോറ്, സാമ്പാർ, കാബേജ് തോരനും പാവയ്ക്ക വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം ഒന്ന് തട്ടിക്കൂട്ടി എടുത്തു. അപ്പോൾ നന്നായിട്ട് വാട്ടിയ വാഴയിലേക്ക് ചോറ്, ഇഞ്ചമ്പുളിയാണ് ഇന്ന് തേങ്ങച്ചമ്മന്തി ഒഴിവാക്കി നമ്മൾ. പിന്നെ മുട്ട വറുത്തത്, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, പാവയ്ക്ക വറുത്തത്, പിന്നെ പപ്പടം, കാബേജ് തോരൻ എല്ലാം കൂടിയിട്ട് തകർപ്പനായിട്ട് പൊതിയാണ് കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും പൊതിഞ്ഞ് ശീലമില്ലല്ലോ, വല്ലപ്പോഴും ചെയ്യണതായതുകൊണ്ട് കുറച്ചൊന്ന് ഇടയിൽ ഇത്തിരി പാളിപ്പോയെങ്കിലും പിന്നെ സക്സസ് ആയി. അങ്ങനെ 2 പേർക്കുള്ള പൊതിച്ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.